ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളുവിനെ തട്ടിക്കൊണ്ടു പോയ സ്ഥലത്തേക്ക് ഗംഗ തേടി വരുന്നുണ്ട്. ശ്രേയ ഗംഗയെ കാണുന്നുണ്ട്. ഗംഗയെ രക്ഷിക്കാൻ ഗൗരി വരാതിരിക്കാൻ വേണ്ടി സിന്ദൂരം കൊണ്ട് വലയം തീർക്കുകയാണ്. അതിനുശേഷം ഏലസും കിട്ടുന്നുണ്ട് ഗേറ്റിൽ. അതേ സമയത്ത് ബീച്ചിൽ മഹി ഫോൺ വെച്ചതിന് ശേഷം ഗംഗയും മാളുവിനെയും തേടുന്നുണ്ട്. പെട്ടെന്ന് ഗംഗയുടെ അടുത്തേക്ക് ഗുണ്ടകൾ മാളുവുമായിട്ട് വരുന്നുണ്ട്. മാളുവിനെ കാണിച്ചിട്ട് നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ വെറുതെ വിട്ടില്ലെങ്കിൽ നീയൊന്നും ഇവിടെ നിന്നും പോകത്തില്ല എന്നൊക്കെ. ഗംഗ ഉടനെ തന്നെ ഗൗരിയെ വിളിക്കുന്നുണ്ട്. ഗൗരിക്ക് പക്ഷെ അകത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഗുണ്ടകൾ വന്നിട്ട് ഗംഗയും പിടിക്കുന്നുണ്ട്. മാളു ആ സമയത്ത് ആ ഗുണ്ടയെ കടിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാതെയുള്ള കടി കാരണം മാളുവിനെ അയാൾ പെട്ടെന്ന് വിടുന്നുണ്ട്. മാളു ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഗംഗയും ഗുണ്ടയെ പിടിച്ച് തള്ളിയിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. മാളുവും ഗംഗയും തടിക്കഷ്ണത്തിന്റെ പുറകിലായിട്ട് ഒളിക്കുന്നുണ്ട്. ഗൗരി ഗംഗയും മാളുവും രക്ഷിക്കാനായിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഗൗരിക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഗംഗ മാളുവിനെയും കൂട്ടി ആ വീടിനുള്ളിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു ടാങ്കിനകത്തേക്ക് മാളുവിനെ ഇരുത്തുകയാണ്. മാളുവിനോട് പറയുന്നുണ്ട്, ഇവിടെ നിന്നും എങ്ങോട്ടും പോകരുത്, ഇവിടെ ഒളിച്ചിരുന്നോണം, ഞാൻ എന്തായെന്നൊക്കെ നോക്കിയിട്ട് വരാമെന്നൊക്കെ പറയുന്നു. ഗംഗ വെളിയിലേക്ക് വരുമ്പോൾ ഗുണ്ടകളെ കാണുന്നുണ്ട്. ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഗുണ്ടകൾ ഗംഗയെ പിടിക്കുന്നുണ്ട്. ഗുണ്ടകൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട്, മാളു എവിടെയെന്ന്. ഗംഗ പറയുന്നില്ല. അപ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇന്ന് നിന്നെ മില്ലിൽ വെച്ച് അറക്കും, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും മറക്കുമെന്ന് പറഞ്ഞിട്ട് ഗംഗയെ പിടിച്ചുകൊണ്ട് പോയി മില്ലിനുള്ളിൽ കെട്ടിവെക്കുകയാണ്. ഗംഗയെ ഗുണ്ടകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതൊക്കെ മാളു കാണുന്നുണ്ടായിരുന്നു. മാളു അപ്പോൾ അകത്ത് നിന്നും ബഹളം വെക്കുന്നുണ്ട്. ഗംഗ എന്ന് പറഞ്ഞ് വിളിച്ച് ബഹളം വെക്കുന്നു. അപ്പോഴേക്കും ഗുണ്ടകൾ ഗംഗയെ അവിടെ വിട്ടിട്ടാണെങ്കിൽ ഉടനെ തന്നെ മാളുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ടാങ്ക് ഫുള്ള് വെള്ളം നിറയ്ക്കുകയാണ്. മാളുവിനെ ആ ടാങ്കിൽ മുക്കിക്കൊല്ലാമെന്നൊക്കെ പറഞ്ഞിട്ട് മാളു ഗംഗയെ വിളിച്ച് കരയുന്നുണ്ട്. ഗംഗ ഉടനെ തന്നെ കെട്ടഴിച്ച് മാളുവിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഗംഗ മാളുവിനെ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ടെങ്കിലും ഗുണ്ടകൾ ഗംഗയെ പിടിച്ചുകൊണ്ട് വീണ്ടും മില്ലിലേക്ക് പോവുകയാണ്. മാളുവിന്റെ ടാങ്കിൽ പൈപ്പ് ഓൺ ചെയ്തിട്ടേക്കുകയാണ്. വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ഗുണ്ടകൾ ഗംഗയുടെ കൈയും കാലും ഒക്കെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഗൗരി മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മഹി ബീച്ചിന്റെ ഒരു സൈഡിൽ മാളുവിന്റെ ക്ലിപ്പ് കിടക്കുന്നത് കാണുന്നു. അത് കാണുമ്പോൾ മഹി വിചാരിക്കുന്നുണ്ട്, ഇത് മാളുവിന്റെ ആണല്ലോ എന്ന്. മഹി ആ ക്ലിപ്പ് എടുക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ക്ലിപ്പാണെങ്കിൽ ഗൗരി മുന്നോട്ട് വലിക്കുകയാണ്. ആ ക്ലിപ്പ് മുന്നോട്ട് പോകുന്ന വഴി നോക്കിയാണെങ്കിൽ മഹിയും പോകുന്നു. അതിനുശേഷം വണ്ടി എടുത്ത് അതിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഗൗരി ആ ക്ലിപ്പ് വഴി മഹിക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഗംഗയുടെയും മാളുവിന്റെയും അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി. ഗംഗയെ ഗുണ്ടകൾ കെട്ടിയിടുന്നുണ്ടെങ്കിലും ഗംഗ പെട്ടെന്ന് തന്നെ അത് അഴിച്ചിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ഗംഗ ഒരു തടി കഷ്ണം എടുത്തിട്ട് ഒരു ഗുണ്ടയെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. ഗംഗ തടി കഷ്ണം വെച്ചിട്ട് പോസ്റ്റിലെ ലൈൻ കമ്പി പൊട്ടിച്ച് താഴേക്കിടുന്നു. അത് ഗുണ്ടയുടെ ദേഹത്ത് വീണിട്ട് അയാൾക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. ബാക്കി രണ്ട് ഗുണ്ടകളും അയാളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കും ഷോക്ക് അടിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഗംഗ അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഗംഗ അകത്തേക്ക് ഓടിപ്പോയിട്ട് മാളുവിനെ ടാങ്കിലെ വെള്ളത്തിൽ നിന്നും എടുക്കുന്നുണ്ട്. പക്ഷെ മാളുവിനെ എടുക്കുമ്പോഴേക്കും മാളുവിന്റെ ബോധം പോയിരുന്നു. ഗംഗ മാളു കണ്ണു തുറക്കെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് മഹിയും വരുന്നുണ്ട്. മഹിയും വന്നിട്ട് മാളുവിനെ എടുത്തിട്ട് മാളുവിനെ ഒരുപാട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഗംഗയാണെങ്കിൽ പരമശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മാളുവിനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് മാളു കണ്ണു തുറക്കുന്നുണ്ട്. മാളു കണ്ണു തുറക്കുന്നത് കാണുമ്പോൾ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകുന്നു. മാളു കണ്ണു തുറന്നതിന് ശേഷം മഹിയും ഗംഗയും കാറിൽ കയറി മാളുവിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. മഹി എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ഗംഗ അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മഹിയോട് പറയുന്നുണ്ട്. കാറിലേക്ക് ആ സമയത്ത് ഗൗരിയും വരുന്നുണ്ട്. ഗൗരി ഗംഗയോട് പറയുന്നുണ്ട്, എന്നോടൊന്നും സംസാരിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. മഹി ഗംഗയോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആരോ ശത്രുക്കൾ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഗംഗയും അപ്പോൾ പറയുന്നുണ്ട്, അത് ഉറപ്പാണെന്നൊക്കെ. ഗൗരി പറയുന്നുണ്ട്, ഗംഗയും മാളുവിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ഈ കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്, അത് ഞാൻ കൺഫേം ആക്കിയിട്ട് നിന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഗൗരി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്